ഗായ്സ്, അപ്പം എനിക്കിന്ന് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട്. ഞാനല്ല കേട്ടോ വെക്കുന്നത്, അമ്മയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കിളിമീൻ കുറച്ച് വെറൈറ്റി, സാധാരണ ഞങ്ങൾ അയില, മത്തി അങ്ങനത്തെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കിളിമീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ദേ കിളിമീൻ കുഞ്ഞി ചെറിയ ചെറിയ കിളിമീനാണ് കേട്ടോ. അപ്പോൾ ഞാനിതുവരെ കഴിച്ചിട്ടില്ല കിളിമീൻ, ഞാനായാലും അമ്മയായാലും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ വാങ്ങാമെന്നും വിചാരിച്ചു. അങ്ങനെ ദേ കിളിമീനൊന്ന് വെള്ളത്തിലിട്ട് ഒരു ചട്ടിയിൽ ഇട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അത് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. രണ്ട് സൈഡും കട്ട് ചെയ്തൊക്കെ എടുത്ത് അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് ഒരു 2-3 വട്ടം ക്ലീനൊക്കെ ചെയ്തെടുത്ത് നല്ല സെറ്റാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ദേ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരങ്ങയൊക്കെ കൊടുക്കാം, ഇഷ്ടമുള്ള രീതിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ 2-1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞങ്ങളിവിടെ മസാല ആയിട്ട് ചേർക്കുന്നുണ്ട്. നമുക്ക് മസാലകൾ ചേർത്ത് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു അരപ്പ് അങ്ങോട്ട് പിടിക്കുക, ആ ഒരു പേസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് തേക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് ഉണ്ടാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 2-3 കഷ്ണം ചെറിയുള്ളി, പിന്നെ 1-1.5 തക്കാളി എടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പം അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് 1-2 ചെറിയുള്ളി കട്ട് ചെയ്തിടാം. സവാള ആയാലും മതി. പിന്നെ 2 പച്ചമുളക്, 1 പച്ചമുളകോ എത്ര പച്ചമുളക് വേണേലും ഇടാം. ഒന്നല്ലെങ്കിൽ നടുക്ക് കീറിയിട്ട് ഇടാം, അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ടിടാം, എങ്ങനെ വേണേലും ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ നടുക്ക് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കിയ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1-1.5-2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു കുറുകിയ പരുവത്തിൽ ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായി കുറുകിയ പരുവത്തിൽ ഇളക്കിയെടുക്കാം കേട്ടോ. അത് തിളച്ച് തരാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു ലൂസി പരുവം, കാരണം നമ്മൾ മീൻകറിയൊക്കെ പറയുമ്പോൾ ലൂസായിരിക്കില്ല, അപ്പം ലൂസി പരുവത്തിൽ ആക്കി എടുക്കാം കേട്ടോ. അതെ, അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കിളിമീൻ മുളകൂശ്യം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതേ അങ്ങനെ തിളച്ച് വന്നു. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടിട്ട് ജസ്റ്റ് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട. കുറേ വേണ്ട, കുറച്ച് മതി, കാരണം പുളി കൂട്ടും അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. പിന്നെ 1-1.5 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാണ്ടത്. നല്ലോണം തിളച്ച് വരണം, നല്ല തിളച്ച് വരുന്നതേ തിളച്ച് വരികയാണ് കേട്ടോ. മീനിടാറായി. കുറച്ച് നമ്മുടെ മുളകൂശ്യം റെഡിയായി വരുന്നുണ്ട്. അപ്പം മീനൊക്കെ ഒന്ന് ഇതാക്കി അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളകൂശ്യം റെഡി ആവാറായി. പിന്നെ നമ്മൾ നേരത്തെ മീൻ സെറ്റാക്കി വെച്ചിട്ടില്ലേ, മീൻ ഇട്ട് കൊടുക്കാം. ആ ഒരു മീനൊക്കെ ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ മീൻ 1-1.5 മണിക്കൂറൊന്ന് ഇതാക്കാൻ വെക്കണം, എന്നാലേ കുറച്ചുകൂടി അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മീനൊക്കെ ഇട്ട് പതുക്കെ ഇളക്കാം. ഞങ്ങൾ സ്പീഡ് കൂട്ടുകൊണ്ടാണ്, സ്പീഡിൽ ഇങ്ങനെ ഇളക്കണ മാതിരി നിങ്ങൾക്ക് തോന്നും. പതുക്കെ ഇളക്കിയാൽ മതി, കാരണം അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ ഡാമേജ് ആവും. ഇടുമ്പോഴായാലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. മീൻ കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.